നമസ്കാരം. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി സംസാരിച്ച വിവരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇറാൻ പ്രസിഡന്റുമായി അദ്ദേഹത്തിൻ്റെ ആശങ്ക പങ്കുവയ്ക്കുകയാണ് ഉണ്ടായത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ മേഖലയിൽ സംഘർഷം തുടരുന്നു. വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഈ ആക്രമണത്തിൽ ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ പൊളിയുന്നു. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാകുന്നു. ഒരു രാഷ്ട്രം അങ്ങനെ തന്നെ നശിച്ചു പോകുന്നു. ഇറാൻ്റെ തിരിച്ചടിയിൽ ഗൾഫ് മേഖലയാകെ വലിയ പ്രതിസന്ധിയിലാണ്. എണ്ണ നീക്കം, ഒരു തടസ്സവും കൂടാതെ നടക്കേണ്ട എണ്ണ നീക്കം, അത് മറ്റു പല രാജ്യങ്ങളെയും ആഗോള സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിക്കുന്ന രീതിയിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരണം, ചർച്ചയുടെ ഭാഗത്തേക്ക് വരണം, ഈ സംഘർഷം അവസാനിപ്പിക്കണം എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാന് നൽകിയത് എന്നാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ സമാധാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ സഹായവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഇറാൻ സംഘർഷ ഭൂമിയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെ സംയുക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ അത് ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കിയാണ് എന്ന് മാത്രം. ഇസ്രായേലിനെതിരെയും ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിന് അത് വലിയ പ്രഹരമേൽപ്പിക്കുന്നില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റുമായി സംസാരിക്കാനുണ്ടായ സാഹചര്യം? യുദ്ധം ആരംഭിച്ച ഏതാണ്ട് ഫെബ്രുവരി 28-നാണ് യുദ്ധം ആരംഭിക്കുന്നത്. അതിനുശേഷം ഇത്രയും ദിവസം പിന്നിടുന്നു. ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റിൻ്റെയും സംഭാഷണത്തിന് ഒരു വലിയ പ്രസക്തിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇറാൻ്റെ ഭരണ നേതൃത്വം മുഴുവൻ ഒളിവിലാണ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ വധിച്ചുകൊണ്ടാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. മാത്രമല്ല, ആ നിമിഷം മുതൽ തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരും ഇറാൻ്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഉന്നതരുമെല്ലാം ഒളിവിലാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ബോംബുകളുടെയും ഡ്രോണുകളുടെയും കണ്ണിൽപ്പെടാതിരിക്കാൻ ഇവർ പരസ്പരമുള്ള ആശയവിനിമയം പോലും ഇല്ലാതെയാണ് നിഗൂഢ കേന്ദ്രങ്ങളിൽ ജീവിക്കുന്നത്. ഇവരെ തിരഞ്ഞുപിടിച്ചു വധിക്കാൻ അമേരിക്കയുടെ ബോംബർ വിമാനങ്ങളും അതുപോലെ തന്നെ മിസൈലുകളും ഡ്രോണുകളുമെല്ലാം ഇറാൻ്റെ ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു രാഷ്ട്രത്തലവനും ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഏതാനും ദിവസം മുമ്പാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചത് ശരിയായില്ല, അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റായിപ്പോയി, അത് മാപ്പ് ചോദിക്കുന്നു. ശക്തമായ ഒരു ആശയവിനിമയം ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതിന് മാപ്പ് ചോദിക്കുന്നു, ഇനി ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നാണ് അദ്ദേഹം പരസ്യമായി ഒരു പ്രസ്താവന നടത്തിയത്. പക്ഷേ ഇറാൻ്റെ സൈന്യമോ അല്ലെങ്കിൽ ഇറാൻ്റെ സൈന്യത്തിന് നേതൃത്വം നൽകുന്ന താൽക്കാലിക ഭരണ സമിതിയോ ഒന്നും തന്നെ ഈ പ്രസിഡന്റിൻ്റെ ഈ പ്രസ്താവനയെ സ്വീകരിച്ചില്ല. അവർ ഉടൻ തന്നെ പ്രസിഡന്റിൻ്റെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, അടുത്ത മണിക്കൂറുകളിൽ ഗൾഫിലേക്കുള്ള ആക്രമണം ശക്തമാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ നേതൃത്വം രണ്ട് തട്ടിലായിരിക്കുന്നു. ഇറാനിൽ മിതവാദികളും തീവ്രവാദികളും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന പലരുമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കണം, ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞവസാനിപ്പിക്കണം, ഇതെന്തിനാണ് തലമുറകളെ ഇങ്ങനെ കൊന്നു തീർക്കുന്നത് എന്ന ഒരഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്നു. ആ അഭിപ്രായത്തിൻ്റെ ഏറ്റവും വലിയ വക്താവാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എന്ന ഒരു സൂചന അന്ന് തന്നെ നമുക്ക് ലഭിച്ചതാണ്. അതിനുശേഷമായിരിക്കാം മറ്റു ലോക നേതാക്കൾക്ക് ഇറാൻ പ്രസിഡന്റുമായി സംസാരിക്കാനുള്ള ഒരു വാതായനം തുറന്നു കിട്ടിയിരിക്കുന്നത്. അതായത് അമേരിക്കയും ഇസ്രായേലുമെല്ലാം ഇറാൻ പ്രസിഡന്റിനെ ഇപ്പോൾ നോട്ടമിടുന്നില്ല. ഇറാൻ പ്രസിഡന്റിന് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്താനും മറ്റു രാജ്യങ്ങളുമായൊക്കെ സംസാരിക്കാനുമൊക്കെയുള്ള അവസരം അമേരിക്കയും ഇസ്രായേലും നൽകിയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. അതായത് ഇറാൻ സമാധാന പാതയിലേക്ക് വരണം എന്ന ഒരു പ്രബലമായ വികാരം അവിടുത്തെ പ്രബലമായ ഒരു ജനവിഭാഗത്തിനുണ്ട്. ആ ജനവിഭാഗത്തെ ഇറാൻ പ്രസിഡന്റ് പ്രതിനിധീകരിക്കുന്നു എന്ന ഒരു സൂചന ഇതിനോടകം തന്നെ ലോകത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭകരമായ കാര്യമാണ്. പക്ഷേ മറുഭാഗത്ത് ഈ പ്രസ്താവനയെ അല്ലെങ്കിൽ സമാധാനത്തെ ആഗ്രഹിക്കാത്ത ഒരു സംഘമുണ്ട്. അവരാണ് അയത്തുള്ള ഖമേനിക്ക് പകരം
മകനെ പരമോന്നത നേതാവായി വാഴിച്ചുകൊണ്ട് ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ മകനെയും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വകവരുത്തി ആ ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന് ഇറാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങനെ താൽക്കാലിക ഭരണകൂടത്തെ ഒന്നാകെ പിന്തുടർന്നു കൊല്ലുക എന്ന നയം അമേരിക്കയും ഇസ്രായേലും സ്വീകരിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി നടത്തിയ ചർച്ച ഒരു വലിയ നീക്കം തന്നെയാണ്, ഒരു വമ്പൻ നീക്കമായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു. ലോകമെമ്പാടും ഈ രണ്ട് നേതാക്കന്മാർ തമ്മിൽ നടത്തിയ ചർച്ച ഇന്നിപ്പോൾ വലിയ ചർച്ചാ വിഷയമാക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.